സ്നേഹിതരെ കാണാം. സ്വർഗരാജ്യ നിരൂപണമെൻ ഹൃദയവാഞ്ചയാ. ദൈവദൂതർ കൂട്ടത്തിൽ എൻ സ്നേഹിതരെ കാണാം. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. രക്ഷിതാവ് രാജാവായ ദിക്കിൽ വാഴുന്നു. ഇതം എത്ര ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. എൻ രക്ഷിതാവ് രാജാവായ ദിക്കിൽ വാഴുന്നു. ഇതം എത്ര ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. വിശുദ്ധരുടെ സംസർഗം വാഴാത്ത കിരീടം. ചൊല്ലിത്തീരാത്ത ആനന്ദം എത്ര വാഞ്ചിതം. വിശുദ്ധരുടെ സംസർഗം വാഴാത്ത കിരീടം. ചൊല്ലിത്തീരാത്ത ആനന്ദം എത്ര വാഞ്ചിതം. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. സ്വർഗരാജ്യമാകുമെൻ വാഗ്ദത്ത നാടതിൽ എൻ ആത്മാവെന്നും വാഴുവാൻ കാംക്ഷിക്കുന്നു എന്നിൽ. ഈ സ്വർഗരാജ്യമാകുമെൻ വാഗ്ദത്ത നാടതിൽ എൻ ആത്മാവെന്നും വാഴുവാൻ കാംക്ഷിക്കുന്നു എന്നിൽ. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. 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 ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം മുതൽ. അനന്തരം ഏലീശ ഗിൽഗാലിൽ പോയി. അന്ന് ദേശത്ത് ക്ഷാമമുണ്ടായിരുന്നു. ഗിൽഗാലിൽ ദേശത്ത് ക്ഷാമമുണ്ടായിരുന്നു. പ്രവാചക ശിഷ്യന്മാർ അവന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ, പ്രവാചക ശിഷ്യന്മാരുണ്ട്. അന്ന് പ്രവാചക ശിഷ്യന്മാരുണ്ട്. ഏതൊരു ദേശത്തും പ്രവാചകന്മാരുണ്ടെങ്കിൽ ദേശത്തിന് അനുഗ്രഹമാണ്. ഏതൊരു ദേശത്തും പ്രവാചകന്മാരുണ്ടായിരിക്കണം. പ്രവാചകന്മാരുണ്ടെങ്കിൽ പ്രവാചക ശിഷ്യന്മാരുണ്ടായിരിക്കും. പ്രവാചകൻ്റെ അരികത്ത് വചനം കേൾക്കാൻ വന്നിരിക്കുന്ന ശിഷ്യന്മാർ. എലീശയുടെ അടുക്കൽ ശിഷ്യന്മാരുണ്ടായിരുന്നു. അന്ന് ഗിൽഗാലിൽ പ്രവാചക സ്കൂളുണ്ടായിരുന്നു, ശിഷ്യന്മാരുണ്ടായിരുന്നു. എറിഹോയിൽ പ്രവാചക ശിഷ്യന്മാരുണ്ടായിരുന്നു. ബേഥേലിൽ പ്രവാചക ശിഷ്യന്മാരുണ്ടായിരുന്നു. യോർദാനിൽ പ്രവാചക ശിഷ്യന്മാരുണ്ടായിരുന്നു. ശീലോയിൽ പ്രവാചക ശിഷ്യന്മാരുണ്ടായിരുന്നു. അങ്ങനെ പ്രവാചക ശിഷ്യന്മാരുടെ പ്രവാചക സ്കൂളുകൾ, ചെറിയ ചെറിയ പ്രാർത്ഥനാ യോഗങ്ങൾ എന്നാണ് എൻ്റെ അർത്ഥം. ദേശം തോറും ചെറിയ പ്രാർത്ഥനാ യോഗങ്ങളുണ്ടായിരുന്നു.
കേൾക്കൂ, ദേശം തോറും പ്രാർത്ഥനായോഗങ്ങളുള്ളത് നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. ആരെല്ലാം വിലക്കിയാലും ആരെല്ലാം തടഞ്ഞാലും പ്രാർത്ഥനായോഗങ്ങൾ നടക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. സെൽ മീറ്റിങ്സ് നടക്കട്ടെ. ദൈവത്തിന് വചനം പറയട്ടെ. വചന ശുശ്രൂഷകൾ നടക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നടക്കേണ്ട സ്ഥലങ്ങളിൽ വചന ശുശ്രൂഷ നടക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് നാം നിരാശരാകേണ്ട കാര്യമില്ല. നമുക്ക് പ്രവാചക ശിഷ്യന്മാർക്ക് പ്രവാചകൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് വചന ശുശ്രൂഷകൾ നടത്താം. കർത്താവായ യേശു ക്രിസ്തു നിത്യപ്രവാചകനാണ്. നിത്യപ്രവാചകനായ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് കർത്താവിൻ്റെ വചനം പറയാം. കർത്താവിന് സ്തോത്രം. പ്രവാചക ശിഷ്യന്മാർ അവർ ഒരുമിച്ച് കൂടി ഗിൽഗാലിൽ. അടുത്ത വാക്യം. അവൻ തൻ്റെ ബാല്യക്കാരനോട്, നീ വലിയ കലം അടുപ്പത്ത് വെച്ച് പ്രവാചക ശിഷ്യന്മാർക്ക് പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. എലീശ പ്രവാചകൻ പറഞ്ഞു, നാട്ടിലാകെ ക്ഷാമമാണല്ലോ, നിങ്ങൾ നല്ല ആഹാരം കഴിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായല്ലോ, നമുക്കിന്ന് രുചികരമായ പായസം കഴിക്കാം. വളരെ മധുരപ്പായസം നമുക്ക് കഴിക്കാം. ഞാൻ അതിനുള്ള വകയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ കാര്യം ചെയ്താൽ മതി, ഒരു വലിയ കലം അടുപ്പത്ത് വയ്ക്കുക. വലിയ കലം. നിങ്ങൾ ഇത്രയും പേർക്ക് അത്ര വലിയ കലം ആവശ്യമുണ്ടായിട്ടല്ല, എങ്കിലും നമുക്ക് ഉണ്ടാക്കുമ്പോൾ ധാരാളമായിട്ട് ഉണ്ടാക്കാം. വലിയൊരു കലം അടുപ്പത്ത് വയ്ക്കുക. വലിയ കലം അടുപ്പത്ത് വയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. അതിൽ പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അടുത്ത്, ഒരുത്തൻ ചീര പറിപ്പാൻ വയലിൽ ചെന്ന് ഒരു കാട്ടുവള്ളി കണ്ട് മടി നിറയെ പേച്ചുര പറിച്ചു കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. പായസം ഉണ്ടാക്കി അത് രുചി നോക്കിയപ്പോൾ ഒരുത്തിന് തോന്നി രുചി പോരായെന്ന് തോന്നി. കുറച്ചുകൂടി രുചികരമായിട്ടുണ്ടാക്കുമായിരുന്നു. അവനോട് ഇതിൽ കുറച്ച് ചീര ഇതിലേക്ക് ചേർത്താൽ, ചീര മുറിച്ച് അതിലേക്ക് ഇട്ടാൽ അപ്പോൾ ഇതിന് കുറച്ചുകൂടി രുചി കിട്ടും എന്നവന് തോന്നി. ചിന്ത കുഴപ്പമില്ല, തെറ്റില്ലാത്ത ചിന്തയാണ്. കുറച്ചുകൂടി രുചി കൂട്ടാൻ വേണ്ടിയാണ്. അവൻ പക്ഷേ പോയി പറിച്ചുകൊണ്ട് വന്നത് ശരിയല്ല, പേച്ചുരയായിരുന്നു. അതല്പം വിഷമുള്ള ഒരു ചെടിയായിരുന്നു, വിഷച്ചെടിയായിരുന്നു. അറിഞ്ഞില്ല. അനേകരിങ്ങനെയാണ്, വിഷച്ചെടിയാണെന്ന് അറിയാതെയാണ് പല കുഴപ്പങ്ങളും ചിന്തയാടുന്നത്. വിഷച്ചെടിയായിരുന്നു. ചില ബിസിനസ്സിലേക്ക് പോകുന്നത് വിഷച്ചെടിയാണ്, അവർ അറിയുന്നില്ല. അപകടം പതിയിരിക്കുന്നുണ്ട്, നഷ്ടം പതിയിരിക്കുന്നുണ്ട്, അവരറിയുന്നില്ല. ചില ബന്ധങ്ങളിലേക്ക് പോകുന്നത് വിഷച്ചെടിയാണ്. ചില പ്രേമബന്ധങ്ങളും പ്രണയബന്ധങ്ങളും വരുന്നത് വിഷച്ചെടിയാണ്. ദൈവത്തിന് സ്തോത്രം. ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഉണ്ടാകുന്നത് വിഷച്ചെടിയാണ്. കഞ്ചാവ് ഉപയോഗിക്കുന്നത് വിഷച്ചെടിയാണ്. മദ്യം ഉപയോഗിക്കുന്ന വിഷച്ചെടിയാണ്. ആരും അറിയുന്നില്ല. ഇതൊക്കെ ഒരു ത്രില്ലാണ്. ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്കൊരു ത്രില്ല്, ഒരു രസം. ദൈവത്തിന് സ്തോത്രം. കഞ്ചാവ് ഉപയോഗിക്കുന്നു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, മയക്കുമരുന്ന് കുത്തിവയ്ക്കുന്നു, എല്ലാം ഒരു ത്രില്ലാണ്. ഞാൻ കോളേജിൽ ആയിരുന്ന കാലത്ത് അവിടെ ഒരു അക്വഡക്റ്റ് ഉണ്ട്. അത് വെള്ളം പോകാത്ത സമയത്ത് നല്ല തണുപ്പാണ്. മരത്തലപ്പുകൾ കൂടെ ചാഞ്ഞ് നിൽക്കും. ഒരു 8 പിള്ളേർ, കോളേജ് സ്റ്റുഡൻസാണ്. 8 പിള്ളേർ, ഡിഗ്രിക്കാരുമുണ്ട്, പ്രീ ഡിഗ്രിക്കാരുമുണ്ട്. 8 പിള്ളേർ ആ കനാലിൽ അവർ ഇറങ്ങി കിടക്കും കഞ്ചാവ് വലിച്ചിട്ട്. അവരതിൻ്റെ രസത്തിൽ വേറൊരു ലോകത്തായി. കഞ്ചാവ് വലിക്കുമ്പോൾ വേറൊരു ലോകത്തേക്കാകും. വേറൊരു വലിയ ലോകം, മായാലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നടക്കുന്നതെന്ന് അവരറിയില്ല. അവർ അവിടെ കിടന്ന് അവിടെ ആ കനാലിൽ അവർ കിടക്കും. ഒരു സമയമാകുമ്പോഴേക്കും ഞെട്ടി എഴുന്നേക്കും. അവർ വരും. കോളേജിൽ ക്ലാസ് തീരുന്നതിന് മുമ്പ് കോളേജിൽ വന്ന് നിൽക്കും. സാറകത്ത് നിന്ന് കിടക്കാൻ പറയും. കടന്നു ഇരുന്നു. അപ്പോൾ കോളേജിൽ എല്ലാവരും പോകുന്ന പോലെ വരുന്നു, എല്ലാവരും പോകുന്ന പോലെ തിരിച്ചു പോവുകയും ചെയ്യുന്നു. അതിനകത്ത് ക്ലാസ്സിൽ കയറാത്ത ദിവസങ്ങളാണ് കൂടുതൽ. ഇങ്ങനെയെല്ലാം നടന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, അനേകം കുട്ടികൾ അറിയുന്നില്ല ഒരു നാശത്തിലേക്കാണ് പോകുന്നതെന്ന്. യുവാക്കൾ അറിയുന്നില്ല. ഒരമ്മ എൻ്റെ അടുക്കൽ വന്നു. അവൻ പറഞ്ഞതാണ്, സാറേ എൻ്റെ മോൻ നല്ലപോലെ പഠിക്കുമായിരുന്നു. അവൻ മെഡിസിൻ അഡ്മിഷൻ കിട്ടി. സാധാരണ എളുപ്പമല്ലല്ലോ മെഡിസിൻ അഡ്മിഷൻ കിട്ടുന്നത്. അവൻ ഡോക്ടറാകുമെന്ന് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയായിരുന്നു. അവൻ നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്നു. സാറേ, അവന് ഇപ്പോൾ മൗനമാണ്. എന്തെങ്കിലും പറഞ്ഞാൽ അവൻ തിരിച്ചൊന്നും പറയില്ല. അഥവാ പറയുകയാണെങ്കിൽ ദേഷ്യപ്പെട്ട് വല്ലാതെ അരിച്ചപ്പെട്ട് പറയും. എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. മൗനമാണ്. അവനല്ല കഞ്ചാവ് പറ്റോ? ഇല്ല സാറേ, ഞാൻ കഞ്ചാവൊന്നും അവൻ ഉപയോഗിക്കില്ല. അല്ല പിന്നെ വല്ല മയക്കുമരുന്ന് എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യുന്നതല്ല. പിന്നെ എന്ത് പറ്റി? എനിക്കറിയാൻ പാടില്ല സാറേ, എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഒരു നാമമഹത്വപ്പെടട്ടെ. ഞാൻ പറഞ്ഞു, നിങ്ങളിത് അന്വേഷിക്കുക. അവൻ എന്തെങ്കിലും കഞ്ചാവോ മയക്കുമരുന്നോ അല്ലെങ്കിൽ മദ്യമോ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക. ആ സ്ത്രീ പിന്നെ വന്നപ്പോൾ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, സാറേ സത്യമാണ്, സാറ് പറയുന്നത് സത്യമാണ്. അവൻ മയക്കുമരുന്ന് കുത്തിവെക്കുന്നുണ്ടായിരുന്നു. ആരോ അവനെ പിടിച്ച് നിർത്തി മയക്കുമരുന്ന് കുത്തിവെച്ചു. കുത്തിവെച്ചു. അവൻ ആഗ്രഹിച്ചതല്ല സാറേ. അതോടുകൂടി അവൻ ഡിപ്രഷൻ വന്നു. അവൻ പഠിക്കാൻ പറ്റുന്നില്ല, ഓർമ്മിക്കാൻ പറ്റുന്നില്ല. അവൻ വിഷമിക്കുകയാണ്. സാറേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഒരു മാനസാന്തരം അനുഭവിക്കണം. സാറേ, ഞാൻ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, ഞങ്ങൾ യോഗത്തിനൊക്കെ പോകുന്ന താല്പര്യമാണ്. അതല്ല, പള്ളിയിൽ പോകുന്നു താല്പര്യമുണ്ട്, പക്ഷേ അതല്ല മാനസാന്തരം എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ആൾ മാറണം, സ്വഭാവം മാറണം, ഹൃദയം മാറണം, ക്രിസ്തുവിനായി ജീവിതം സമ്പൂർണ്ണമായി സമർപ്പിക്കണം. വീണ്ടും ഞാൻ അനുഭവം നിങ്ങൾ പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. ആ സ്ത്രീ പറഞ്ഞു, ഞാനങ്ങ് ചെയ്യാം സാറേ, ഞാൻ പ്രാർത്ഥിച്ചോളാം. അതുകൊണ്ട് പോരാ,
മാത്രം പോരാ, നിങ്ങൾ ഒരു നല്ല ഡോക്ടറെ കാണിക്കണം, ഇതുവരെ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കണം. അയാൾ ഈ വന്നുപോയ വിഷം അവൻ്റെ ഉള്ളിൽ നിന്ന് പോകാനുള്ള മാർഗ്ഗം എന്താണെന്ന് നോക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേകരിന്ന് തീ തിന്ന് കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. പേച്ചിര പറിച്ചിട്ടു. ഈ നല്ല പായസക്കാലത്തേക്ക് ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ഒരു വിഷച്ചെടി അതിലേക്ക് എടുത്തിട്ടു, വിഷച്ചെടി അരിഞ്ഞിട്ടു. തെറ്റായിപ്പോയി. നനേകം കുടുംബങ്ങളിലും വിഷച്ചെടി ഇട്ടിരിക്കുകയാണ്. വിഷച്ചെടി, ചില വിഷച്ചെടികൾ ഇട്ടിരിക്കുന്നു. ഒരു പ്രണയബന്ധമായിരിക്കാം. ഇന്ന് സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ഒരു ഇണ കാണും, ഒരു ബോയ് ഫ്രണ്ട് കാണും, ഒരു ഗേൾ ഫ്രണ്ട് കാണും. എല്ലാം നാശത്തിലേക്കാണ് പോകുന്നത്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു സാറിന് നല്ല വയസ്സായി പോയി, പ്രായമായില്ലേ, വയസ്സനായില്ലേ, അതുകൊണ്ടാണ് സാറൊക്കെ പറയുന്നത്. അല്ല മക്കളെ, അല്ല, എനിക്ക് പ്രായമായതുകൊണ്ടല്ല. നിങ്ങളുടെയൊക്കെ പ്രായമൊക്കെ കഴിഞ്ഞല്ലേ ഞാനും പോകുന്നത്. ഞാനും ഈ ചെറുപ്രായമൊക്കെ കഴിഞ്ഞല്ലേ പോകുന്നത്. ഭാഗ്യവശാൽ ഹരിതാത്തയിലേക്കൊന്നും പോയിട്ടില്ല. ഹരിതാത്ത ഒരു ചിന്ത പോലും വരാൻ ദൈവം അനുവദിച്ചിട്ടില്ല. 17-ാമത്തെ വയസ്സിൽ തന്നെ ജീവിതം കത്താൻ കൊടുത്തതുകൊണ്ട് വേണ്ടാതിനങ്ങളൊന്നും പിന്നെ വന്ന് കയറിയില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അങ്ങനെയുള്ള കൂട്ടുകെട്ടിലേക്ക് പോകാൻ ഇടവന്നില്ല. ഭാഗ്യം, ദൈവം കൃപ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓർക്കൂ, വിഷച്ചെടി എവിടെയെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടോ? വിഷച്ചെടി ആരെങ്കിലും വലിച്ചിട്ടിട്ടുണ്ടോ? വിഷച്ചെടി. ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരിക്കും. പെൺകുട്ടി പറഞ്ഞു, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഓ ആണോ? ഞാൻ നിനക്ക് പ്രസൻറ്റ് തരാം. അവൻ്റെ സ്വന്തം മോതിരം ഊരി അവളുടെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തു. അതോടുകൂടി ആ ബന്ധം ദൃഢമായി. പിന്നെ കഥ കേട്ടാൽ ഞെട്ടിപ്പോകും. ആ ചെറുപ്പക്കാരൻ അവളെ വശീകരിച്ചു. ഹരിതായികളിലേക്കെല്ലാം കൊണ്ടുപോയി, തിന്മകളിലേക്കെല്ലാം കൊണ്ടുപോയി. അവളുടെ ജീവിതം മുടിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇതൊക്കെ പറയുമ്പോഴേ ചെറുപ്പക്കാർക്ക് തോന്നും എന്തൊരു വിട്ടിത്തോണ്ടി പറയുന്നത്. ഇതല്ലേ ജീവിതം? അല്ല മക്കളെ, ഇതൊന്നുമല്ല ജീവിതം. ജീവിതം വിശുദ്ധമായിരിക്കണം, ജീവിതം സംശുദ്ധമായിരിക്കണം, ജീവിതം കറതീർന്നായിരിക്കണം. ഹരിതായികളൊന്നും ജീവിതത്തിൽ സംഭവിച്ചു പോകരുത്. നിങ്ങളുടെ ജീവിതം യേശുക്രിസ്തുവിൽ വിലപ്പെട്ട ജീവിതമാണ്. ഈ ജീവിതം നശിപ്പിച്ച് കളയാൻ നിങ്ങൾ സമ്മതിക്കരുത്. ആരും ഈ ജീവിതത്തിൽ തൊടാൻ സമ്മതിക്കരുത്. ഞാൻ പെൺകുട്ടിയോട് പറഞ്ഞു, മോളെ, വിവാഹത്തിന് പോകുന്നു, ശരി, നല്ലത്. നിൻ്റെ ശരീരം അന്യൻ തൊടാത്ത ശരീരമായി നീ നിൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ ചെല്ലണം. അന്യൻ തൊടാത്ത ശരീരമായി. സാറേ, ഭാഗ്യവശാൽ എനിക്ക് അങ്ങനെ സാധിച്ചു. അന്യമായ കാര്യങ്ങളൊന്നും എനിക്ക് വന്നില്ല. ആരും എൻ്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല. മോളെ, നീ ഭാഗ്യവതി. ഞാൻ പറഞ്ഞു, അന്യൻ തൊടാത്ത ശരീരം, അന്യൻ സ്പർശിക്കാത്ത ശരീരം, അന്യൻ ചുംബിക്കാത്ത ശരീരം, അന്യൻ ആസ്വദിക്കാത്ത ശരീരം പറയുമ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നു. പ്രിയപ്പെട്ടവർ, അനേക ജീവിതങ്ങളിൽ നിന്ന് അന്യൻ ചവിട്ടിത്തേച്ചരച്ച് എല്ലാം കലക്കിക്കളഞ്ഞ ശരീരമാണ്, തകർത്തുകളഞ്ഞ ശരീരമാണ്. ആ ശരീരമാണ് ഭർത്താവിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേക ജീവിതങ്ങൾ ഉടഞ്ഞു തകരുന്നത് അങ്ങനെയെല്ലാമാണ്, എല്ലാ തിന്മകളിലേക്കും. ഇതുവരെ അങ്ങ് നടന്നിട്ടുണ്ടോ? മകളെ, നീ ഇപ്പോൾ നിർത്തുക. മോനെ, ഇപ്പോൾ നിർത്തുക. ഇന്ന് ഇത് കേൾക്കുമ്പോൾ നീ എല്ലാം നിർത്തുക. മനുഷ്യൻ്റെ ശരീരത്തിലുള്ളതായ ചില ഇൻസ്റ്റിങ്സ് ഉണ്ട്, ജന്മവാസനകളുണ്ട്. ജന്മവാസനയുണ്ട്. ഈ ജന്മവാസനകളിലൊന്നാണ് സെക്സ്, ലൈംഗികത്വം എന്ന് പറയുന്നത്. ലൈംഗികത്വം, ആ ലൈംഗികത്വം മരണത്തിനായി പോകരുത്, നാശത്തിനായി പോകരുത്. ലൈംഗികത്വം സ്വന്തം ഭർത്താവിന്, സ്വന്തം ഭാര്യയ്ക്കല്ലാതെ മറ്റാരിലേക്ക് പോകരുത്. വിവാഹം വരെ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. ദൈവത്തിന് സ്തോത്രം. വിവാഹം വരെ ലൈംഗികത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. ഇതെല്ലാം മനുഷ്യർ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ പള്ളികളിൽ നിന്നും പറഞ്ഞു തരാൻ ആളില്ല, ആരും പറയുന്നുമില്ല. ഇന്ന് ഈ വാക്കുകൾ കേൾക്കും. നിങ്ങളിങ്ങനെ മനസ്സിലാക്കൂ, ഈ ശരീരം പരിശുദ്ധമായി സൂക്ഷിക്കണം. കാരണം എന്താണെന്നറിയാമോ? ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കേണ്ട ശരീരമാണ്, ഉയർത്തെഴുന്നേൽക്കേണ്ട ശരീരമാണ്. ദൈവത്തിന് സ്തോത്രം. ഉയർത്തെഴുന്നേൽക്കേണ്ട ശരീരമാണ് ഇത്. ഈ ഭൂമിയിൽ നിന്ന് പ്രാണം വിട്ടുപോയാലും ആത്മാവ് മാറിപ്പോയാലും ഈ ശരീരം ഇനി ഒരു ദിവസം കർത്താവായ യേശു വേണ്ടി വരുമ്പോൾ ഉയർത്തെഴുന്നേൽക്കണം. ഇത് അശുദ്ധി പറ്റിയ ശരീരമായിരിക്കരുത്. സ്തോത്രം. ഉയർത്തെഴുന്നേൽക്കേണ്ട ശരീരം, ഈ ഉയർത്തെഴുന്നേൽക്കേണ്ട ശരീരം അത് കൈകൾ ശുദ്ധമായിരിക്കണം, കണ്ണ് ശുദ്ധമായിരിക്കണം, നാവ് വിശുദ്ധമായിരിക്കണം, ചിന്തകൾ വിശുദ്ധമായിരിക്കണം, തലച്ചോറ് വിശുദ്ധമായിരിക്കണം, ഹൃദയത്തിലെ മോഹങ്ങൾ വിശുദ്ധമായിരിക്കണം, കൈകളും കാലുകളും വിശുദ്ധമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാനുള്ള ശരീരമാണ്. അറിയാമോ നിങ്ങൾക്കിത്? ഇതുവരെ വന്നതെല്ലാം കഴുകി കിട്ടും, പേടിക്കണ്ട. ഇതുവരെ വന്നതെല്ലാം കഴുകിത്തരും. അനുതാപത്തോടെ ചെന്നാൽ കർത്താവ് കഴുകിത്തരും. കണ്ണുനീരോടെ ചെന്നാൽ കർത്താവ് കഴുകിത്തരും. കർത്താവേ, ഞാൻ കണ്ണീരോടെ വരുന്നു, എൻ്റെ പാപങ്ങളെ ഓർത്ത് കരഞ്ഞോട് ഞാൻ വരുന്നു. തെറ്റുകൾ പറ്റിപ്പോയി കർത്താവേ, ഇന്നിൻ്റെ തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. പണാഭരണങ്ങൾ വന്നുപോയി, കൈക്കൂലി വാങ്ങിപ്പോയി കർത്താവേ, അഴിമതിക്ക് കൂട്ട് നിന്നുപോയി, കള്ളക്കേസിൽ സാക്ഷി പറഞ്ഞുപോയി കർത്താവേ, തെറ്റുകളേറെ സംഭവിച്ചു പോയി, വെറുതെ വഴക്കുണ്ടാക്കിപ്പോയി,
ഭാര്യയെ മൃഗീയമായി മർദ്ദിച്ചു കർത്താവേ. എൻ്റെ ദൈവമേ, എൻ്റെ ഭർത്താവിനോട് അനുസരണമില്ലാതെ ഞാൻ പെരുമാറി മത്സരിച്ച് ചെയ്യാൻ നിന്നു, ഞാൻ പരിഭവിച്ചു നിന്നു, ഞാൻ വഴക്കാളിയായി ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോയി. തെറ്റുകൾ പറ്റിപ്പോയി കർത്താവേ, തെറ്റുകൾ പറ്റിപ്പോയി. മാതാപിതാക്കളെ ഞാൻ അനുസരിച്ചിട്ടില്ല, മാതാപിതാക്കളോട് സ്നേഹമായി പെരുമാറിയിട്ടില്ല. ഒരു മധുരവാക്കിൽ നിന്ന് അവർ പ്രതീക്ഷിച്ചു, അത് മധുരവാക്ക് കൊടുക്കാൻ സാധിച്ചില്ല. ഞാൻ എപ്പോഴും ചീത്ത വാക്കാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അശുദ്ധ വാക്കുകൾ, അസഭ്യ വാക്കുകൾ, അശ്ലീല വാക്കുകൾ. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. ദൈവത്തിന് സ്തോത്രം. അനുദപിക്കുക, പശ്ചാത്തപിക്കുക, ഒന്നുപോയി തെറ്റുകളോർ നെടുവീർപ്പിടുക. ഇന്ന് ക്ഷമിച്ചു തരും. ഇന്ന് കൃപയുടെ കാലമാണ്, ഇന്ന് രക്ഷാ ദിവസമാണ്, ഇന്ന് സുപ്രസാദ കാലമാണ്, ദൈവം പ്രസാദിക്കുന്ന സമയമാണ്. വാതിലടയ്ക്കുന്നതിന് മുമ്പ് കടന്നുകൊള്ളുക. വാതിലടയ്ക്കുന്നതിന് മുമ്പ് വാതിലടയ്ക്കും. ഇന്ന് കൃപാസനത്തിലിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ന്യായാസനത്തിലേക്ക് മാറും. ഇന്ന് കൃപയുടെ നാഥൻ വന്ന് വാതിൽക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുന്ന സമയമാണ്. ഇനി യേശു അവിടെ നിന്ന് മാറിയിട്ട് ന്യായാധിപതിയായ കർത്താവായ യേശു ക്രിസ്തു ന്യായാസനത്തിലിരിക്കും. അപ്പോൾ ന്യായത്തോടെ വിധിക്കും, നീതിയോടെ വിധിക്കും. അവിടെ പിന്നെ മുഖോഷം ഉണ്ടാകുകയില്ല. ഇന്ന് അനുഭവിച്ച് ചെന്നാൽ ആർക്കും സ്വീകരിക്കപ്പെടാൻ ആർക്കും കടന്നില്ല. ഇന്ന് നല്ല സമയമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മാനസാന്തരപ്പെടാൻ തോന്നുന്നുണ്ടോ? ഹൃദയം മാറാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? സമാധാന ജീവിതം വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ക്ഷാമം മാറാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പേച്ചുര പറിച്ചു കൊണ്ടുവന്നിട്ടു. പേച്ചുര അത് വലിയ കഷ്ടമായിപ്പോയി. ആർത്തി കൊണ്ട്, ക്ഷാമമല്ലേ, പട്ടിണിയല്ലേ, ആർത്തി കൊണ്ട് മധുരം പായസം കുടിക്കാൻ ഓരോരുത്തരും പായസത്തിൽ നിന്ന് എടുത്ത് കുടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഓരോരുത്തരും ഛർദ്ദിക്കുന്നു. എല്ലാവരും അയ്യോ എന്ത് പറ്റി, എന്ത് പറ്റി? എലിശ ചോദിച്ചു, എന്ത് പറ്റി മക്കളെ, എന്താ പറ്റിയത്? എല്ലാവരും ഛർദ്ദിക്കുന്നത് എന്താണ്? ദൈവപുരുഷനായുള്ളവയെ കലത്തിൽ മരണം, കലത്തിൽ മരണം. അയ്യോ മരണമാണ്. ഞങ്ങൾ ജീവനാണെന്ന് വിചാരിച്ച് കുടിച്ചു, പക്ഷേ മരണമാണ്. ദൈവപുരുഷനായുള്ളവയെ കലത്തിൽ മരണം. അയ്യോ എന്ത് പറ്റി? അപ്പോഴറിഞ്ഞത് ഒരാൾ ഒരു വിഷച്ചെടി കൊണ്ടുവന്ന് അരിഞ്ഞിട്ടു. പേച്ചുര പറിച്ചുകൊണ്ടുവന്ന് അരിഞ്ഞിട്ടു. പേയുള്ള ചുര, പേച്ചുര വിഷച്ചെടി കൊണ്ടുവന്ന് അരിഞ്ഞിട്ടു. ഒരാൾക്ക് പറ്റിയ അബദ്ധം കൊണ്ട് എത്ര പേരാണ് കഷ്ടപ്പെടുന്നത്? എത്ര പേരാണ്? ഭാഗ്യവശാലെന്ന് കൂടുതൽ അപായങ്ങളൊന്നുമില്ല. കാരണം അപ്പോൾ തന്നെ പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് പ്രവാചകൻ തക്ക സമയത്ത് പ്രവർത്തിച്ചു. കേൾക്കൂ നിങ്ങൾ, വിശ്വസിക്കൂ നിങ്ങൾ. തക്ക സമയത്ത് പ്രവാചകൻ ഉണ്ടായിരിക്കണം വീട്ടിൽ. നിങ്ങൾ വിഷമിക്കുന്ന സമയത്ത് അന്നേരെ ഓടിപ്പോയി പ്രവാചകൻ അന്വേഷിച്ച് കിട്ടില്ല. പ്രവാചകനോടെ ഉണ്ടായിരിക്കണം. എന്നും പ്രവാചകൻ ഉണ്ടായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തു എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒരു ദൈവവേദനയുണ്ടായിട്ട് പ്രയോജനമൊന്നുമില്ല. സത്യം വിശ്വസിക്കൂ. ഞാനവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ഞാൻ ഈ വചനം പറയുന്ന ആളല്ലേ, പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അവിടെ വരേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു അവിടെ ഉണ്ടായിരിക്കണം. യേശു ക്രിസ്തു അവിടെ ഉണ്ടെങ്കിൽ അത്ഭുതം നടക്കും. യേശു ക്രിസ്തു അവിടെ ഉണ്ടെങ്കിൽ അതിശയം നടക്കും. യേശു ക്രിസ്തു അവിടെ വരാനായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് തെറ്റുകൾ പറ്റിപ്പോയി, അബദ്ധം പറ്റിപ്പോയി, വിഷച്ചെടി ഞാൻ ഇട്ടുപോയി, കർത്താവേ തെറ്റ് പറ്റിപ്പോയി. കരയണം. അപ്പോൾ ഇതാ പ്രവാചകൻ എഴുന്നേറ്റ് വരുന്നു. മാവ് കൊണ്ടുവരിയെന്ന് പറഞ്ഞു, അരിപ്പൊടി കുറച്ച് മാവ് കൊണ്ടുവരിയെന്ന് പറഞ്ഞു. അവർ മാവ് കൊണ്ടുവന്നു. പ്രവാചകൻ കയ്യിൽ വെച്ചു മാവ്. ആ പായസക്കലത്തിൻ്റെ മീതെ കൈ നെട്ടിപ്പിടിച്ചു. മാവ്, അരിപ്പൊടി. പ്രവാചകൻ ആ മാവ് ആ പായസക്കലത്തേക്ക് ഇട്ടു. സ്തോത്രം. ഇനി കുടിച്ചോളാൻ പറഞ്ഞു. സ്തോത്രം. എന്തൊരു ഭാഗ്യം. ഈ നല്ല പ്രവാചകനുള്ളത് നല്ലതാണ്. മകനെ, നിൻ്റെ ജീവിതത്തിൽ ഈ നല്ല പ്രവാചകനുള്ളത് നല്ലതാണ്. യേശുവിൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നല്ലതാണ്. യേശുവിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നല്ലതാണ്. നിൻ്റെ കുടുംബത്തിൽ യേശു ഉണ്ടെങ്കിൽ നല്ലതാണ്. മഹാഭാഗ്യം. യേശുവിനെയും കൊണ്ട് നിങ്ങൾക്ക് വീടുകളിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടോ? ഈ നല്ല പ്രവാചകനെയും കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടോ? പ്രവാചകന്മാരെ ശ്രേഷ്ഠനായ പ്രവാചകന്മാരുടെയും പ്രവാചകനായ നിത്യനായ രാജാധിരാജനോട് കൂടെ നിങ്ങൾ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ കൂടെ വരാൻ അവന് മനസ്സാണ്. ദൈവത്തിന് സ്തോത്രം. അവന് സമ്മതമാണ്. വിശ്വസിക്കൂ. ദ്രവ്യാഗ്രഹിയായ സക്കായിയുടെ കൂടെ യേശു നടന്നില്ലേ? പണക്കാരൻ, ദ്രവ്യാഗ്രഹി, എത്ര കിട്ടിയാലും പോരാ എന്ന് പറയുന്നവൻ. അവൻ മനുഷ്യ ഞെക്കിപ്പിഴിഞ്ഞ് കുത്തിപ്പിഴിഞ്ഞ് പണം സമ്പാദിക്കുന്നവൻ. അവന് കിട്ടിയ ലൈസൻസ് കൊണ്ട്, കരം പിരിക്കാനുള്ള ലൈസൻസ് കൊണ്ട് അന്യായമായി പണം ഉണ്ടാക്കിയവൻ. ബ്ലേഡായിരുന്നു അവൻ, ബ്ലേഡ്. അവൻ കഴുത്തർപ്പനായിരുന്നു. പക്ഷേ അവൻ യേശു കണ്ടു, അവൻ യേശുവിനെ കണ്ടു. ഭാഗ്യം. യേശുവിനെ കണ്ടു, അവൻ യേശുവിനെ കണ്ടു. എന്തൊരു ഭാഗ്യം പ്രിയപ്പെട്ടവരെ. ആ കുറിയ മനുഷ്യൻ യേശുവിനെ കാണാൻ നോക്കിയിട്ട് കാണാൻ വയ്യാത്തതുകൊണ്ട് ഇങ്ങോട്ട് ഓടി കാട്ടുമേൽ കയറി അത്തിയുടെ ആ ശിഖരത്തിൽ ഇരുന്നു. ഇലകൾ കൊണ്ട് മറിച്ച് എന്നെ ആരും കാണരുതെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷേ അവിടെ വന്നപ്പോൾ, യേശു പുരുഷാരൻ നടന്നു വന്നപ്പോൾ, ആ എറിഹോവിന് ജനത്തിരക്കുള്ള തെരുവിൽ യേശു നടന്നു വന്നപ്പോൾ യേശു ആ മരച്ചോട്ടിൽ നിന്നു. എല്ലാവരും വിചാരിച്ചു തണലായതുകൊണ്ട് കർത്താൻ നിന്നതായിരിക്കും. സക്കായി വിചാരിച്ചു ഉപകാരമായി, നന്നായിട്ട് കാണാമല്ലോ. യേശുവിനെ കാണണമെന്നാണ് വിചാരിച്ചത്. നന്നായിട്ടൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശു മേലോട്ട് നോക്കി. വലിയ ഉപകാരം. യേശുവിന് മുഖം കൂടി കാണാമല്ലോ, നന്നായിട്ട് കാണാമല്ലോ. അവൻ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുക.
അപ്പോഴാണ് ശബ്ദം വരുന്നത്, സക്കായിയെ വേഗം ഇറങ്ങി വാ. സ്തോത്രം. സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. അവൻ അമ്പരത്ത് പോയി. എന്താണ് എൻ്റെ വീട്ടിലോ? ഞാൻ ഈ പാവിയ എൻ്റെ വീട്ടിലോ, ദ്രവ്യഗൃഹ എൻ്റെ വീട്ടിലോ, പണക്കൊതിനായ എൻ്റെ വീട്ടിലോ ഈ യേശു വരുന്നത്? അവൻ ചിന്തിക്കാൻ സാധ്യമല്ലായിരുന്നു. യേശു അങ്ങോട്ട് അഡ്വാൻസായിട്ട് പറയുകയാണ്, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. സ്തോത്രം. ഞാനിവിടെ രാപാർക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. എന്തൊരത്ഭുതം! പാവിയായ മനുഷ്യൻ്റെ കൂടെ രാപാർക്കാൻ ആഗ്രഹിക്കുന്ന യേശു ക്രിസ്തു ഇത്രയും കാലം പാഴാക്കി കളഞ്ഞ ജീവിതത്തിൻ്റെ ഉടമയായ മനുഷ്യനോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന യേശു ക്രിസ്തു, ജീവിതം മുഴുവൻ തകർത്ത് കളഞ്ഞ മനുഷ്യ നിൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന യേശു, സ്നേഹിത നിൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു, എന്നാൽ നിൻ്റെ കൂടെ വരാനും നിൻ്റെ വീട്ടിൽ പാർക്കാൻ യേശു ആഗ്രഹിക്കുന്നു. നിൻ്റെ ഭവനത്തിൽ വന്നാൽ യേശു സന്ധ്യയെങ്കിൽ കരച്ചിലൊന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഇന്ന് കരച്ചിലിൻ്റെ ഭവനമാണ്, എന്നാൽ ആ കരച്ചിലിൻ്റെ ഭവനം ആനന്ദഘോഷമുള്ളതായി തീർക്കും യേശു. സന്തോഷത്തിൻ്റെ സതിരാകുവോടെ യേശു, സതിരായി വന്ന് യേശുവോടെ ഒന്ന് അനുഗ്രഹം പകരും. സ്തോത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ യേശുവിനെ വിളിക്കാം, നിങ്ങൾക്ക് യേശുവിനെ കാണാം. സ്തോത്രം. ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾക്ക് നോക്കാം, കർത്താവേ ഞാൻ കുറേ നേരമായി ഇവിടെ ഇരിക്കുന്നു, എനിക്ക് യേശുവിൻ്റെ തിരുസാന്നിധ്യം എനിക്ക് വേണം. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നതുപോലല്ല കർത്താവേ, എനിക്ക് യേശുവിനെയും കൊണ്ട് പോകണം, യേശുവിനെയും കൂട്ടിക്കൊണ്ട് പോകണം. യേശുവെ നീ എൻ്റെ കൂടെ വരണം. എൻ്റെ വീട്ടിലേക്ക് വരാൻ ഞാൻ യോഗ്യനല്ല, എൻ്റെ പുരയ്ക്കകത്തേക്ക് നീ വരാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ പാവിയായ മനുഷ്യനാണ്, എല്ലാം നശിപ്പിച്ച് കളഞ്ഞ മനുഷ്യനാണ്, ദ്രവ്യഗിരിയാണ്, എത്രയോ പേരുടെ കണ്ണീര് വീഴ്ത്തിയ മനുഷ്യനാണ് ഞാൻ. പാവപ്പെട്ടവരെ കുത്തിപ്പിഴിഞ്ഞ് ഞാനവരുടെ കയ്യിൽ നിന്ന് പൈസ നിർബന്ധമായി പിരിച്ചെടുത്തു. ചുങ്ക് പിരിക്കാനുള്ള ലൈസൻസ് എനിക്കുള്ളതുകൊണ്ട്. എൻ്റെ കർത്താവേ, ആ ലൈസൻസിൻ്റെ പിൻബലത്തിൽ ഞാൻ വലിയ അഴിമതിയാണ് കാണിച്ചത്, വലിയ ദോഷമാണ് ചെയ്തത്. കർത്താവേ, ഞാൻ ഒരു കാര്യം കൊണ്ട് പറയാം. നീ എൻ്റെ വീട്ടിലേക്ക് വരികയാണല്ലോ, അതിനു മുൻപ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. പ്രായശ്ചിത്തം ഞാൻ തീരുമാനിച്ചു, എൻ്റെ സ്വത്തിൽ ഞാൻ പകുതി ദരിദ്രർക്ക് കൊടുക്കും. പിന്നെ ചതിവായി വാങ്ങിയിട്ടുള്ള ചിലരുടെയൊക്കെ പേരെനിക്കറിയാം, അവരുടെ അടുക്കൽ ചെന്ന് 4 ഇരട്ടി പകരം കൊടുക്കും. കർത്താവ് ചോദിച്ചില്ല, നീ ഇത് എന്താ ചെയ്യാൻ പോകുന്നത്, പ്രായശ്ചിത്തം ചെയ്യുമോ? ഒന്നും ചോദിച്ചില്ല. സക്കായി സ്വമേധയെ പറയുകയാണ്, സ്വത്തിൽ എതിർ കൊടുക്കുന്നു, അന്യായമായി സമ്പാദിച്ചതിന് ഞാൻ 4 ഇരട്ടി പകരം കൊടുക്കാൻ തീരുമാനിക്കുന്നു. കർത്താവ് നടന്നു, സക്കായിയും കൂടെ നടന്നു. അവിടെ ചെന്നു, വീട്ടിൽ കയറി. സക്കായിയുടെ വീട്ടിലേക്ക് ആരും കയറാത്ത വീടാണ്. പണക്കൊതിയനായ സക്കായി എല്ലാവരും വെറുത്തത് വീടാണ്, ആരും തിരിഞ്ഞു നോക്കാത്ത വീടാണ്. പക്ഷേ അങ്ങോട്ടാണ് യേശു വരുന്നത്, ആരും തിരിഞ്ഞു നോക്കാത്ത എൻ്റെ ജീവിതത്തിലേക്ക്. സ്തോത്രം. അത് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ തളരും. ആരും തിരിഞ്ഞു നോക്കാത്തൊരു മനുഷ്യനായിരുന്നു ഞാൻ. എന്നോട് സഹതപിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, സഹതപിക്കാൻ. ഞാനും എൻ്റെ അമ്മയും പെങ്ങളും മാത്രം ഇരുന്ന് കരയും. ആർക്കും സഹതാപം തോന്നിയില്ല. കാരണം പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയത്തക്കൊണ്ടുള്ളതായ കുഴപ്പങ്ങളാരും കണ്ടില്ല, സഹായിക്കാൻ ആർക്കും തോന്നിയുമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഈ നാമം മഹത്വപ്പെടട്ടെ. എന്നോട് പറയട്ടെ, നിങ്ങൾക്ക് നീ ഭാഗ്യം വാങ്ങാം, യേശുവിനടുത്ത് നിന്ന് വാങ്ങാം. സക്കായി തീരുമാനമെടുത്തു. യേശു പറഞ്ഞിട്ടല്ല തീരുമാനമെടുത്തത്, അവൻ തീരുമാനമെടുത്തു. യേശു വീട്ടിൽ ഒന്ന് കയറി. യേശു ആ വീട്ടിലേക്ക് ഒന്ന് കയറിയിട്ട് ആ വീട്ടിൽ തൻ്റെ ഇരുകരം ഉയർത്തി. അന്ന് യേശുവിൻ്റെ കൈകളിൽ ആണിപ്പാടുണ്ടായിരുന്നില്ല. ഇന്ന് മോനെ നിൻ്റെ ജീവിതത്തിലേക്ക് യേശു വരുമ്പോൾ ആ കാര്യത്തിൽ ആണിപ്പാടുണ്ട്. യൗവനക്കാര, ഇന്ന് യേശുവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ആണിപ്പാടുണ്ട്, ആ കാര്യത്തിൽ ആണിപ്പാടുണ്ട്. മോളെ, ഇന്ന് യേശുവിൻ്റെ കൂടെ വരുമ്പോൾ അവൻ്റെ കയ്യിൽ ആണിപ്പാടുണ്ട്. തകർന്ന കരങ്ങൾ, നിനക്ക് വേണ്ടി രക്തം ചിന്തിയ കരങ്ങൾ, നിനക്ക് വേണ്ടി മുറിവേറ്റ് പെടുന്ന കരങ്ങൾ, ഇന്ന് ആ കരം നിൻ്റെ നേരെ ഉയർത്തുകയാണ്. സക്കായിയുടെ നേരെ കർത്താവ് കരം ഉയർത്തി. സക്കായിയുടെ ഭാര്യയും മക്കളെല്ലാം ഓടി വന്ന് ഞാൻ ചിന്തിക്കട്ടെ, വേദസംഗം എന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. അതുവരെയും ദ്രവ്യാഗ്രിയായ സക്കായി എന്ന് പറഞ്ഞു. യേശു പറയുന്നു, ഇവൻ അബ്രഹാമിൻ്റെ മകൻ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ മകനാണ്. ഇവൻ അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. വേണമോ? നിങ്ങൾക്ക് രക്ഷ വേണമോ? വീടിന് രക്ഷ വേണമോ? കുടുംബത്തിന് രക്ഷ വേണമോ? നിങ്ങളുടെ ഭാര്യയ്ക്ക് രക്ഷ വേണമോ? ഭർത്താവിന് രക്ഷ വേണമോ? മക്കൾക്ക് രക്ഷ വേണമോ? മാതാപിതാക്കൾ രക്ഷ വേണമോ? നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് രക്ഷ വേണമോ? വലിയ കൂട്ടം ജനം നിങ്ങൾ കർത്താവ് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നു. വലിയൊരു കൂട്ടം ജനം. സ്തോത്രം. വലിയൊരു സമൂഹം രക്ഷപ്പെടേണ്ടവർ. രക്ഷ എന്താണെന്ന് അറിയാൻ പാടില്ല പാവങ്ങൾ. രക്ഷ അറിഞ്ഞുകൂടാ, വഴി കാണിക്കാൻ അറിയാൻ ആരുമില്ല. പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നങ്ങൾ ക്ഷീണിച്ചു പോകുന്നു. വഴി അറിയാൻ പാടില്ല. പട്ടണത്തിലേക്ക് പോകണമെന്നുണ്ട്, രക്ഷപ്പെടണമെന്നുണ്ട്, വഴി അറിയാൻ പാടില്ല. വഴി കാണിച്ചു കൊടുക്കാൻ ആരും ഇല്ല. കാണിച്ചു കൊടുക്കാനുള്ളവർക്കാർക്കും കാണിച്ചു കൊടുക്കാൻ അറിയാൻ പാടില്ല. ഏതാണ് വഴിയെന്ന് അവർക്കും അറിയാൻ പാടില്ല. എൻ്റെ കർത്താവിന് സ്തോത്രം. സ്നേഹിതരെ, ഇപ്പോൾ നിങ്ങളെന്ത് പറയുന്നു? നിങ്ങൾക്ക് വേണമോ യേശുവിനെ? യേശുവിനെ കൂട്ടിക്കൊണ്ട് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? സ്തോത്രം. എനിക്ക് സമാധാനം തന്ന യേശു നിങ്ങൾക്ക് സമാധാനം തരും. എൻ്റെ പാവങ്ങളുടെ മോചിച്ച് തന്ന യേശു
നിങ്ങൾക്കും പാപമോചനം തരും. ഞാൻ ആരാണെന്ന് എനിക്ക് കാണിച്ചു തന്ന് എന്നെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന യേശു നിങ്ങളെയും ശുദ്ധീകരിക്കും. അനാഥനായി എനിക്ക് നാഥനായി വന്ന യേശു നിങ്ങളെയും നാഥനായി നിങ്ങളുടെയും നാഥനായി തീരും. ദൈവത്തിന് സ്തോത്രം. അഗതിയായി എനിക്ക് ഒരു നാഥനുണ്ടെന്ന് ബോധത്തിൻ്റെ യേശു അവൻ നിങ്ങൾക്കും സമാധാനം തരും. എന്നും കരഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ വീട്ടിൽ സന്തോഷത്തിൻ്റെ ആർപ്പുളി മുഴക്കാൻ കരുണ ചെയ്ത കർത്താവ് ഇന്ന് നിങ്ങൾക്കും കരുണ തരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഈ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഭാഗ്യം അനുഭവിക്കാം. ഈ സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കാം. നിങ്ങൾക്ക് തിരക്കത്തിൻ്റെ കഴിവുകൾ നിങ്ങൾക്ക് പ്രാപിക്കാം. നിങ്ങൾക്ക് യേശുവിനെ കൊണ്ട് നിങ്ങളുടെ വീടുകളിലേക്ക് പോകാം. തലകളെ വണക്കാം. ദൈവത്തിന് സ്തോത്രം. കലത്തിൽ മരണം, മാവ് ഇതാ പൊടിച്ചിടുന്നു. ഗോകുൽത്തായിൽ പൊടിച്ച മാവ്, ഗോകുൽത്തായിലെ ചക്കിൽ പൊടിച്ച മാവ്, ഗോകുൽത്തായിലെ ചക്കിൽ പൊടിഞ്ഞമർന്ന മാവ് ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ബുദ്ധിയിൽ ഇത് വീഴാൻ പോകുന്നു. എല്ലാ കയ്പും മാറും, എല്ലാ വിഷവും മാറും, എല്ലാ തിന്മയും മാറും, എല്ലാ ദോഷവും മാറും. എല്ലാം മാറ്റി നിങ്ങളെ അനുഗ്രഹീതമായ അനുഭവത്തിലേക്ക് നടത്തും. ഇതുവരെ കലത്തിൽ മരണമായിരുന്നു. കലത്തിൽ പായസത്തിന് മധുരം കിട്ടാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതം അനേകർക്ക് മധുരം കൊടുക്കുന്നതായി തീരും. അനേകരുടെ വിശപ്പ് മാറ്റുന്നതായി തീരും. അനേകരുടെ ക്ഷാമം മാറ്റുന്നതായി തീരും. വേണമോ നിങ്ങൾക്ക് ഈ മഹാഭാഗ്യം വേണമെങ്കിൽ നിങ്ങളിപ്പോൾ കർത്താവിനോട് പറയണം, കർത്താവേ, ഇപ്പോൾ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു. നാഥ, ഇപ്പോൾ ഞാനിതാ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. യേശുവേ, ഇതാ ഞാൻ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. എന്നോട് മനസ്സറിയണമേ കർത്താവേ. എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവേ, ഗോകുൽത്തായിലെ ചക്കിൽ പൊടിഞ്ഞരിഞ്ഞ ആ മാവ് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് വീഴണമേ. യേശുവേ, നിൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ. നാഥ, ഇനി നിൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ നടക്കുമെന്ന് ഞാനൊരു വാക്ക് പറയുന്നു. മേലിൽ പാവത്തിലേക്ക് തിരികെയില്ല എന്ന് ഞാനൊരു വാക്ക് പറയുന്നു. മദ്യം തൊടുകയില്ല, അശുദ്ധ കൂട്ടുകെട്ടിന് പോവുകയില്ല, കർത്താവെ വെറുക്കൂത്തുകൾക്ക് ഞാൻ കൂടുകയില്ല, കരുണയുള്ള കർത്താവെ ലോകത്തിൻ്റെ ഇമ്പങ്ങളുടെ പറയാൻ ഞാൻ ഓടുകയില്ല, അശുദ്ധി ഞാൻ രസിക്കുകയില്ല, കർത്താവെ കഞ്ചാവും മയക്കുമരുന്ന് ഞാൻ ഉപയോഗിക്കുകയില്ല. യേശുവെ, അരുതായികളിൽ നിന്നെല്ലാം ഞാൻ മാറുന്നു. വഴക്കുണ്ടാവുകയില്ല. ഞാൻ ഒരാൾ മൂലം ഞങ്ങളുടെ കുടുംബത്തിൽ വഴക്കുണ്ടാകുകയില്ലെന്ന് മാത്രമല്ല, ഒരാൾ മൂലം ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. ഞാൻ സമാധാനം ഉണ്ടാക്കുന്നതായി തീരും. വിശ്വസിക്കൂ, പ്രാർത്ഥിക്കൂ, സമർപ്പിക്കൂ. നിങ്ങളുടെ ഹൃദയത്തിൽ സമർപ്പണം വരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഏറ്റു പറയാം, കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. യേശുവേ, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ നിനക്കായി ജീവിക്കും. യേശുവേ, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ നിനക്കായി ജീവിക്കും. യേശുവേ, ഇന്നു മുതൽ നിന്റെ വക. യേശുവേ, ഇന്നു മുതൽ എന്റെ പുതിയ മനുഷ്യൻ. യേശുവേ, ഇന്നു മുതൽ നിന്റെ വക. അങ്ങനെ ഏറ്റു പറഞ്ഞവരുടെ കരങ്ങൾ ഉയർത്താമോ? ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ ജനത്തെ ഒന്ന് കൂട്ടിവരുത്താനായി നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും ഹൃദയത്തിൽ യേശുക്രിസ്തുവിന്റെ വചനം പാകിയതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഈ വിത്ത് മുളയ്ക്കുകയും ഈ വിത്ത് വളരുകയും കർത്താവേ 100 മേനി വിളയുകയും ചെയ്യുമാറാകണമേ. അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. യേശുക്രിസ്തു രണ്ടാമത്തെ വരിൽ പറഞ്ഞു വരുന്ന വിശുദ്ധന്മാരുടെ നിലയിൽ എല്ലാവരും യോഗ്യരാക്കി തീർക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൺ സൂര്യയിൽ.